അസ്സലാമലൈക്കും. അപ്പോൾ ഹൂ ഇസ് അല്ലാ? നമ്മൾ അവിടെയല്ലേ നിർത്തിയേ? ഡെഫിനിഷൻ വേണ്ടി പഠിച്ചോൻ്റെ. അപ്പോൾ എന്താണ് അടുത്ത സെക്ഷൻ? റബ്ബിൽ ആലമീൻ, ദ ലോർഡ് ഓഫ് ദ വേൾഡ്സ്, പ്രൊവൈഡർ, ദ പ്രൊട്ടക്ടർ, എന്താ പറയണേ, എല്ലാ രീതിയിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ സേവ് ചെയ്യുന്ന, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിന് നമുക്ക് പെട്ടെന്നൊരു ഡെഫിനിഷൻ ഒന്നും നടക്കില്ല. നമ്മളുടെ ലാംഗ്വേജിൽ ഒരു ഡെഫിനിഷൻ നടക്കില്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. റബ്ബ് ഓഫ് ദ വേൾഡാണ്, ഈ ലോകത്തിൻ്റെ നാഥനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ താങ്ക്സ് പറയുന്ന ആരോടാണ്? ഈ ലോകത്തിൻ്റെ നാഥനോടാണ്, ഇത് ക്രിയേറ്റ് ചെയ്ത പടച്ചവനോടാണ്. മനസ്സിലായില്ലേ? റബ്ബിൽ ആലമീൻ. അപ്പം ഇനി നമ്മൾ ചോദിക്കും, റബ്ബ് ലോർഡ് ഓഫ് ദ വേൾഡ്സ് ആണ്. ഓക്കെ, ഇനി പടച്ചവൻ എക്സ്ട്രാ പടച്ചവനെ കുറിച്ചിട്ട് പറയുകയാണ്. എന്താണ്? അർ റഹ്മാൻ, അർ റഹീം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ആട്ടോ. സുബ്ഹാനല്ലാഹ്, ഐ ലവ് എക്സ്പ്ലെയിനിങ് ഇറ്റ്. അർ റഹ്മാൻ, അർ റഹ്മാൻ എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജ് അറിയണം. ഐ എം ദ സോറി അലിയ, അറബിക് ലാംഗ്വേജ് അറിയാണ്ട് അത്രത്തോളം മനസ്സിലാവുന്നത് എനിക്കറിയില്ല. അർ റഹ്മാൻ എന്ന് പറയുന്ന പാറ്റേൺ അറബിയിൽ യൂസ് ചെയ്യുന്നത്, സപ്പോസ് ഗദ്ബാൻ, സക്രാൻ എന്നൊക്കെ പറയാം. ഗദ്ബാൻ എന്ന് പറഞ്ഞാൽ സംബഡി ഹു ഗെറ്റ്സ് ആംഗ്രി, സക്രാൻ എന്ന് പറഞ്ഞാൽ സംബഡി ഹു ഗെറ്റ്സ് ഡ്രങ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് റഹ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗദ്ബാൻ എന്ന് പറയുന്നതിൻ്റെ അറബിക്ക് മീനിങ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യം വരുന്ന ഒരാളാണ്, സമൺ ഹൂസ് ആംഗ്രി. ഓക്കെ, സക്ര എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഡ്രങ്ക് ആയിട്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ, ദേഷ്യം നമുക്ക് 24 hours ഉണ്ടാവും? ഇല്ല അല്ലേ? കുറച്ച് നേരം വരും, ഭയങ്കര പവർഫുള്ളായിട്ട് വരും. അതേ പവറിൽ ചിലപ്പോൾ തിരിച്ചു പോവും, ചിലപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവും. റൈറ്റ്? അതിനപ്പുറത്തേക്ക് ദേഷ്യം നിൽക്കില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യത്തിൻ്റെ വഴിക്ക് പോകും. ഇല്ലേ? അതേപോലെ ഞാൻ കുടിച്ച ഒരാളും കുടിച്ചിങ്ങനെ ഫൂസായിട്ട് ഫുൾ 24 hours നടക്കില്ല. അല്ലെങ്കിൽ അമ്മാതിരി കുടിക്കണം അല്ലേ? കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങും തലേന്ന്. റൈറ്റ്? അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മേഴ്സിയാണ്. പടച്ചോൻ്റെ ബ്ലെസ്സിങ് നെയ്മ. എനിക്കറിയില്ല മേഴ്സിനൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് തരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റഹ്മാൻ എന്ന് പറയുന്നത് മേഴ്സിയാണ് അല്ലാതെ. അപ്പോൾ പക്ഷെ പാറ്റേൺ ഏതാ? ഗദ്ബാൻ, സക്രാൻ പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ റഹ്മാൻ വരുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ഭയങ്കര പവർഫുള്ളായിട്ട് മേഴ്സി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പടച്ചോൻ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി, പടച്ചോൻ്റെ ഒരു ക്വാളിറ്റിയാണ്, സിഫയാണ്. അല്ലാഹ്സ് ലവ് ജസ്റ്റ് കംസ് ലൈക്ക് ഡാമിലെ വെള്ളം അയച്ചിട്ട് പോലെ ടപ്പ് എന്നാണ് വരുന്നത്, ഒഴുക. ദേഷ്യമൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ? അതേപോലെയാണ് പടച്ചോൻ്റെ മേഴ്സി വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് പോവുകയും ചെയ്യുമല്ലോ. ആ ഒരു ഫ്ലോയിൽ വരുന്നു, അത് പോകുന്നു. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പോൾ പടച്ചോൻ്റെ മേഴ്സി വന്ന് ഫ്ലോയിൽ വന്ന്, അപ്പം ഇനി അത് പോയാ? അപ്പോൾ പടച്ചോൻ അത്രയല്ല, കുറച്ച് നേരത്തേക്കുള്ള പടച്ചോൻ്റെ മേഴ്സി. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. ഇല്ലേ? അവിടെയാണ് അർ റഹീമിൻ്റെ റോള് വരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുള്ളാ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലാ? അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ?